ഹായ് വ്യൂവേഴ്സ്, നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഇന്നത്തെ എൻ്റെ ചെറിയൊരു വീഡിയോ, ഇന്ന് മോളും കൂടെ വന്നിട്ടുണ്ട് ഗ്രൗണ്ടിൽ. നമുക്ക് അതിലേക്ക് പോവാം. ആൾ 6ാം ക്ലാസ്സിൽ KV നീലേശ്വരത്താണ് പഠിക്കുന്നത്. കരാട്ടെ ബ്രൗൺ ബെൽറ്റ് ഫസ്റ്റാണ്. എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത്, നമ്മുടെ കൊച്ചുമക്കൾ, നമ്മുടെ നാളത്തെ യൂത്ത് എന്ന് പറയുന്നത് നമ്മുടെ കുട്ടികളാണല്ലോ. അവരെ മെൻ്റലി ഫിസിക്കലി വെൽബീങ് ആക്കി വളർത്തുവാണെങ്കിൽ അവരെ സ്റ്റഡീസിൽ, അവരെ ജീവിതത്തിലുടനീളം അവർ നല്ലൊരു കുട്ടിയായി ചിട്ടയായ പഠന മികവ് കൊണ്ട് അക്കാദമിക് ലെവലിലും മറ്റ് വിഷയങ്ങളിലും ഒക്കെ അവർ നന്നായിട്ട് ശോഭിക്കുമെന്നുള്ളത് നമ്മൾ പല വേദികളിലും കണ്ടൊരു വസ്തുതയാണ്. കുട്ടികൾക്ക് ചിട്ടയായ ഒരു ശീലം നമ്മൾ കൊടുക്കേണ്ടത് പാരൻസിൻ്റെ ഒരു കടമയാണ്. ഇപ്പം പ്രാഥമിക വിദ്യാഭ്യാസം എന്ന് പറയുന്നത് നമ്മുടെ വീടുകളിൽ നിന്ന് കിട്ടുന്ന ഒരു വസ്തുതയാണ്. എഡ്യൂക്കേഷൻ സ്കൂളിൽ നിന്ന് പഠിക്കുന്ന മുന്നേ അവരെ സ്വഭാവ രൂപീകരണം വീട്ടിൽ നിന്നാണ് നടക്കുന്നത്. അപ്പം രക്ഷിതാക്കൾക്ക് നല്ല ഉത്തരവാദിത്തമുണ്ട്. മക്കളെ എങ്ങനെ വളർത്തണം എന്നുള്ളത്, അവരെങ്ങനെ വളരണം എന്നുള്ളത്, അവരുടെ ഓരോ വളർച്ചയും നമ്മൾ പാരൻസാണ് കണ്ട് വളർന്നത്. അവരെ സ്വഭാവ രൂപീകരണത്തിൻ്റെ ഒരു ബേസ് എന്ന് പറയുന്നത്, അടിത്തറ എന്ന് പറയുന്നത് നമ്മളെ വീടാണ്. അപ്പോൾ കുട്ടികൾക്ക് നല്ല ശീലങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി, കാരണം ഒത്തിരി ഹൈപ്പർ ആക്ടിവിറ്റിയിലെ മക്കളുണ്ടാവാം, ഒത്തിരി ക്വയറ്റായിട്ടുള്ള മക്കളുണ്ടാവാം, കുറച്ച് അലസരായ മക്കളുണ്ടാവാം. കാരണം ഓരോ പാരൻസിൻ്റെ ജീൻ്റെ ബേസിലാണല്ലോ കുട്ടികൾ ഉണ്ടാവുന്നത്. എഗെയിൻ ഇത് തന്നെ എന്താ സംഭവിക്കാം, അവരുടെ ലൈഫ് സ്റ്റൈൽ കൊണ്ടും കുട്ടികൾക്ക് ചില വ്യത്യാസങ്ങളുണ്ടാവും. അപ്പം ഈ ലൈഫ് സ്റ്റൈലിനെ എങ്ങനെ പാകപ്പെടുത്താം എന്നുള്ളതാണ് ഇന്നത്തെ ബ്ലോഗ്. കുട്ടികൾക്ക് വേണ്ടി, എക്സ്ക്ലൂസീവ്ലി കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ്. അപ്പം നമ്മളെന്ന് വെച്ചാൽ കുട്ടികളുടെ അഭിരുചികൾ മനസ്സിലാക്കി 1 റൗണ്ട് ഓടിക്കും മുത്തേ. അപ്പോൾ കുട്ടികളുടെ അഭിരുചികൾ മനസ്സിലാക്കി നമ്മൾ അവരെ വളർത്തുകയാണെങ്കിൽ അവരെ പഠനത്തിൻ്റെ മികവ് ഒന്നിനൊന്ന് മെച്ചമായിരിക്കും. എൻ്റെ അനുഭവം ഞാൻ പറയുന്നതാണ്. മീൻസ് എനിക്ക് എൻ്റെ കൊച്ചുനാളിൽ പിന്നെ പാരൻറ്റിങ് എന്നുള്ളത് എൻ്റെ ഗ്രാൻഡ് പാരൻറ്റും എൻ്റെ അങ്കിളാണ് എന്നെ വളർത്തിക്കൊണ്ടുവന്നത്. അപ്പോൾ വീട്ടിലെ സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ, കാരണം 2 രീതികളുണ്ട്. കുട്ടികളെ പാമ്പറിങ് ചെയ്യുന്ന ഒരു സംഭവമുണ്ട്, കെയറിങ് ചെയ്യുന്ന ഒരു സംഭവമുണ്ട്, പിന്നെ സ്വയം സിറ്റുവേഷൻ മനസ്സിലാക്കി വളരുന്ന കുട്ടികളുണ്ട്. അപ്പം ഈ 3 രീതികളിൽ വളരുന്ന മക്കളാണ് നമ്മൾ കണ്ടുവരുന്നത്. അപ്പം ഇതിൽ ഒന്നാമത്തേത് ശ്രദ്ധിക്കാത്തത്, അതായത് അങ്ങനെ ഒരു അവസ്ഥ. ഇപ്പം സിംഗിൾ പാരൻ്റുള്ള മക്കളുണ്ടാവാം, അല്ലെങ്കിൽ 2 പാരൻറ്റും അവരുടെ പ്രൊഫഷണൽ തിരക്കുള്ളവരാവാം, സെർവൻ്റൊക്കെ നോക്കുന്ന അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനുള്ളവരാവാം. അതല്ല, ഇനി കുട്ടികൾക്ക് ഇതേപോലെ ഗ്രാൻഡ് പാരൻറ്റിൻ്റെ കീഴിലാണ് വളരേണ്ട ഒരു അവസ്ഥ വരുന്നത്, അങ്ങനെ ഉണ്ടാവാം. വീട്ടിലെല്ലാം ഉണ്ട്, പക്ഷേ എല്ലാവരും അവരവരെ ബിസി ലൈഫിൽ അങ്ങനെയാണ്. കുട്ടികളെ നന്നായിട്ട് ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല. അവർ നാച്ചുറലായിട്ട് എഴുന്നേൽക്കുന്നു, അവർ റൊട്ടീൻ ചെയ്യുന്നു, വീട്ടിൽ നിന്ന് ഫുഡ് കഴിക്കുന്നു, സ്കൂളിൽ പോകുന്നു, അങ്ങനെയുള്ള ഇതൊക്കെ മുമ്പാണ് കേട്ടോ. എൻ്റെ ബാല്യത്തിലേക്ക് അങ്ങനെയായിരുന്നു. നമുക്ക് നല്ല എന്താ പറയുക, എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും അമ്മ എന്ന് വെച്ചാൽ, ഞാൻ പറഞ്ഞല്ലോ എനിക്ക് 7 മന്തുള്ള സമയത്ത് അമ്മ മരിച്ചുപോയി. അപ്പം അമ്മയുടെ മരണത്തിൽ മാനസികമായിട്ട് തകർന്നൊരു പാരൻ്റായിട്ട് ആണ് ഉണ്ടായിരുന്നത്. ഞങ്ങൾ 3 മക്കളാണ്. അപ്പം ഞാൻ എന്ന് വെച്ചാൽ കുറച്ച് എക്സ്ട്രാ ഓർഡിനറി ആയിരുന്നു. അപ്പോൾ വീട്ടിലെ സാഹചര്യം മനസ്സിലാക്കി പോകുന്നൊരു കുട്ടിയായിരുന്നു. ഓരോ സ്റ്റേജിലും മീൻസ് നമുക്ക് ഇന്ന വസ്തുത വേണം, ഇത് എനിക്ക് ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ പഠിക്കുകയുള്ളൂ, അതുണ്ടെങ്കിൽ മാത്രമേ ഞാൻ സ്പോർട്സിന് പോകുള്ളൂ, അങ്ങനെ ഒരു വാശി എന്ന് പറഞ്ഞ സാധനം ഉണ്ടായിരുന്നില്ല. നല്ല ആക്റ്റീവായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, ഇപ്പോൾ നമ്മളെ മക്കൾക്ക് അവരുടെ സൗകര്യങ്ങളനുസരിച്ച് എല്ലാ സാധനങ്ങളും കൊടുത്ത് വളർത്തുന്ന മക്കളും, അത്യാവശ്യമായ പരിമിതമായ വസ്തുത കിട്ടി പഠിക്കുന്ന മക്കളും, ഇനി എന്താ പറയുക, നല്ല കെയറിങ്, ഭയങ്കരമായിട്ട് പാമ്പറിങ് ചെയ്യുന്ന മക്കളും, അവരുടെ ഗ്രോത്ത് നോക്കി നമുക്ക് അറിയാൻ പറ്റും. അപ്പം ഈവൻ എനിക്ക് പറയാനുള്ളത്, കുട്ടികളെ നമ്മൾ നമ്മുടെ ഓരോ വീട്ടിലുള്ള അവരുടെ ഡിമാൻഡിന് വാല്യൂ കൊടുത്ത് വളർത്തുക, നല്ല ശീലങ്ങൾ ഉണ്ടാക്കുക. ഇത് പാരൻസിൻ്റെ ഭാഗത്ത് നന്നായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഇപ്പം നമ്മളിപ്പോൾ കണ്ടുവരുന്നുണ്ട്, മീഡിയാസും ടാബും
ഇങ്ങനെ ഡിവൈസിലൊക്കെ ഡിപ്പെൻഡ് ചെയ്തുള്ള മക്കളാണ് നമ്മൾ കൂടുതലും കാണുന്നത്. അവരുടെ എന്ന് വെച്ചാൽ ഹൈപ്പർ ആക്ടിവിറ്റി കൂടുന്നു, അവരെ മെൻ്റൽ പവർ കുറയുന്നു, ഇമോഷണലി അവർ പെട്ടെന്ന് വീക്കാവുന്നു. എന്തെങ്കിലും ഒരു പ്രതിസന്ധികൾ വരുമ്പോൾ അത് തരണം ചെയ്യാൻ അവർക്ക് പറ്റുന്നില്ല. കാരണം ഇതാണ്, നമ്മൾ എല്ലാം അവർക്ക് ആവശ്യമുള്ളതെല്ലാം അവർക്ക് ഡിമാൻഡ് ചെയ്യുന്നതനുസരിച്ച് നല്ലൊരു ഡ്രസ്സ്, നല്ലൊരു ഫോൺ, നല്ലൊരു ഷൂസ്, അവരിങ്ങനെ അഡ്വർടൈസ്മെൻറ്റ് കണ്ടിട്ട് പറയുവാണ് ഇന്ന ഷൂസ് വേണം, ബർത്ത്ഡേക്ക് ഇന്ന കേക്ക് വേണം, ഇന്ന ഡ്രസ്സ് വേണം, ആ കുട്ടി ഇങ്ങനെ ചെയ്തു. കാരണം അനുകരണം നന്നായിട്ട് ഇപ്പം നമ്മൾ കൊണ്ടുപോകുന്നുണ്ട്. കാരണം അത് കൂടുതലും കുട്ടികളെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. മോസ്റ്റ്ലി മീഡിയാസിൻ്റെയും നമ്മൾ അവർ കാണുന്ന വിഷൻ്റെയും ഒരു വസ്തുതയാണ്. പിന്നെ ഈ കാലഘട്ടം അങ്ങനെയാണ്. അപ്പോൾ നമ്മുടെ മക്കളെ നമ്മുടെ കൈകളിൽ അവരുടെ ഫ്യൂച്ചറിന് നല്ലൊരു ജർക്കായിട്ട് നാളെ നമ്മുടെ നാടിനും ഈ നമ്മുടെ രാജ്യത്തിനും മാതൃകയായി വളർന്നുള്ളൊരു മക്കളാവണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ, നല്ലൊരു ഫ്യൂച്ചർ ആവണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നമ്മൾ ഇന്ന് തൊട്ട് നമ്മളെ മക്കളെ ഈ രീതികളിൽ അവരെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് കുറേയൊക്കെ കൊടുത്തും, ബാക്കി അച്ഛൻ്റെയും അമ്മയുടെയും ഇനി ഗ്രാൻഡ് പാരൻസ് ആണോ എങ്ങനെയാണോ വീട്ടിലെ സാഹചര്യം അതനുസരിച്ച് മക്കളുടെ ഡിമാൻഡ് എല്ലാം ചെയ്ത് കൊടുക്കാതെ വാല്യുബിളായിട്ട് അവർക്ക് എന്താണോ ആവശ്യം ആ രീതികളിൽ കുട്ടികൾക്ക് ചെയ്തു കൊടുക്കുകയാണെങ്കിൽ ഒരു പരിധിവരെയൊക്കെ നമുക്ക് നമ്മുടെ മക്കളെ നമ്മുടെ കൈകളിൽ സുരക്ഷിതമായിട്ട് കിട്ടും. ഇന്ന് നമ്മൾ കാണുന്നുണ്ട് സ്കൂളിലും കോളേജിലും മറ്റ് പ്രൊഫഷണൽ കോഴ്സിനൊക്കെ പോകുന്ന മക്കളുടെ കുറേയൊക്കെ അവർക്ക് സ്വാതന്ത്ര്യം കൂടുതൽ കിട്ടുന്നത് കൊണ്ടാണ് ചില മക്കളൊക്കെ, കാരണം അവർ ആ ഒരു സ്റ്റേജ് പോയി കഴിഞ്ഞിട്ട് അവരുടെ ഫ്യൂച്ചർ പോകുന്നു, നല്ല സുഹൃത്ത് ബന്ധങ്ങൾ ഉണ്ടാവുന്നില്ല, പാരൻറ്റിങ്ങായിട്ട് നല്ല കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവുന്നില്ല. അങ്ങനെ ഒരു ശിഥിലമായ ഭാവിയാണ് നമ്മളിപ്പം മോസ്റ്റ്ലി മക്കളിൽ കണ്ടുവരുന്നത്. കാരണം എവിടെയും മൊറാലിറ്റി, ധാർമ്മികത എന്ന് പറയുന്ന വസ്തുത നമ്മൾ കാണുന്നില്ല. അപ്പം നമ്മുടെയൊക്കെ ഒരു ജനറേഷൻ, എന്നെയും എൻ്റെ ഏജിലുള്ള ആൾക്കാരുടെ ബാക്കോട്ട് നോക്കുകയാണെങ്കിൽ നമുക്കിതൊക്കെ, കാരണം നമുക്ക് കണ്ടമാനം പറഞ്ഞു തരത്തില്ല, പക്ഷെ നമ്മൾ കൂട്ടുകുടുംബത്തിൽ നിന്ന് ഇത് നമ്മൾ കാണുന്നുണ്ട്. അങ്ങനെ കണ്ട് ആ ഒരു രീതികളിൽ വന്നതുകൊണ്ടായിരിക്കാം കുറേയൊക്കെ നമ്മൾ ആ ഒരു പേഴ്സണാലിറ്റിയിൽ വളരുന്നത്. അപ്പോൾ ഇന്നത്തെ മക്കൾ എന്ന് വെച്ചാൽ അണുകുടുംബമാണ്, ന്യൂക്ലിയർ ഫാമിലിയിൽ അവർക്ക് മാക്സിമം ഫ്രീഡം കിട്ടുന്നുണ്ട്, ലക്ഷറി ലൈഫാണ്. അപ്പം കുട്ടികൾക്ക് ഒന്നും ഏൺ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, പിന്നെ എൻ്റെ മോളാണെങ്കിലും അവളിപ്പോൾ 6ാം ക്ലാസ്സിലാണ്. അവൾ കഴിക്കുന്ന ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഞാൻ പാത്രം അവളെ കൊണ്ട് കഴിപ്പിക്കും. അത് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ബെഡൊക്കെ റാപ്പ് ചെയ്യുകയാണെങ്കിൽ ബെഡ്ഷീറ്റൊക്കെ അവളൊന്ന് കവർ ചെയ്യും. ഇടയ്ക്ക് കുട്ടികളുടെ സോക്സ് അങ്ങനെയുള്ള ഇന്നർ വെയറൊക്കെ അവൾ തന്നെ വാഷ് ചെയ്യും. അപ്പോൾ കുട്ടികൾക്ക് നമ്മൾ കുറേയൊക്കെ റെസ്പോൺസിബിലിറ്റി കൊടുക്കുക. ആ റെസ്പോൺസിബിലിറ്റി ചെറുപ്പത്തിലേ നമ്മൾ ശീലിക്കുകയാണെങ്കിൽ അവർക്ക് നല്ല റുട്ടീൻ ഉണ്ടാവും, നല്ല റീഡിങ് ഹാബിറ്റ് ഉണ്ടാക്കി കൊടുക്കാം. ഇതേപോലെ ഇപ്പം മോള് ഇന്ന് എൻ്റെ ഇൻസ്പിറേഷൻ കണ്ടിട്ട് ആൾ അത്യാവശ്യം വരുന്നതാണ്, പക്ഷേ കുറച്ച് മടിയൊക്കെ ഉള്ള കൂട്ടത്തിലാണ്. അപ്പം അമ്മയുടെ ആ ഒരു സംഭവം കണ്ടിട്ട് ആൾ വന്നതാണ്. ആൾ തന്നെ പറഞ്ഞു എനിക്ക് കുറച്ച് ബോഡി വെയിറ്റ് കുറയ്ക്കണമെന്ന്. മീൻസ് ആ ഒരു സംഭവമൊക്കെ മക്കളിലോട്ട് വരിക എന്ന് വെച്ചാൽ വലിയൊരു കാര്യമാണ്. അപ്പം എനിക്ക് വീണ്ടും പറയാനുള്ളത്, മക്കളെ അനാവശ്യമായിട്ട് പാമ്പറിങ് ചെയ്യരുത്, ഒത്തിരി താലോലിക്കരുത്. അവർക്ക് ആവശ്യം, അവരുടെ റിക്വയർമെൻറ്റ് അനുസരിച്ച് അവരെ വളർത്തുക. നൈസർഗികമായിട്ട് കുട്ടികൾ വളരട്ടെ. കല്ലിലും മണ്ണിലും പുല്ലിലും തോടിലും തൊടിയിലും വെയിലും മഴയും ഒക്കെ കൊണ്ട് പട്ടിണി കിടന്നും ഒക്കെ മക്കൾ വളരട്ടെ. ആ മക്കളെ നാളെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ നല്ലൊരു യൂത്തായിട്ട് നമ്മുടെ രാജ്യത്തിനും നമ്മുടെ കുടുംബത്തിലും അവർ നല്ലൊരു ഫ്യൂച്ചറായിട്ട് വളരാൻ സാധ്യത കാണുന്നുള്ളൂ ഇപ്പോഴും. അപ്പോൾ മക്കൾ എല്ലാം അറിഞ്ഞ് വളരട്ടെ. നമ്മൾ അനാവശ്യമായിട്ട് അവരുടെ ആവശ്യങ്ങൾക്ക് ഒരു പരിധി കൽപ്പിക്കുക. പക്ഷേ നല്ല കമ്മ്യൂണിക്കേഷനിൽ കുട്ടികൾക്ക് ഇതേപോലെ നല്ല വ്യായാമം, നല്ല റീഡിങ്, നല്ല കെയറിങ് എന്ന് പറഞ്ഞാൽ മടിയിലിരുത്തി ഇങ്ങനെ ഏതു നേരം ഓമനിക്കുന്ന രീതിയല്ല ഞാൻ ഉദ്ദേശിച്ചത്. അവർക്ക് റിക്വയർമെൻറ്റ് എന്താണോ അതനുസരിച്ച് ആ കുട്ടികളെ നമ്മൾ കൊണ്ടുപോവുകയാണെങ്കിൽ നമുക്കൊരു പരിധിവരെ നമ്മളെ മക്കളെ നമുക്ക് സ്നേഹത്തോടെയും സന്തോഷത്തോടെയും ഇനി വരും കാലങ്ങളിൽ നമുക്ക് ഹാപ്പിനെസ്സായിട്ട് നമ്മുടെ മക്കളെ കാണാൻ പറ്റും. അപ്പം എല്ലാവരും, ഞാൻ കുറച്ച് ലെങ്ത് ആയിട്ടുണ്ട് ഇന്നത്തെ വീഡിയോ, എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നമ്മുടെ കുട്ടികളെ കേൾക്കുന്നുണ്ടല്ലോ, നല്ല മക്കളായി നല്ല യൂത്തായി രാജ്യത്തിനും ലോകത്തിനും മാതൃകയായി നിങ്ങൾ വളരണം. നല്ലൊരു ദിനം ആശംസിക്കുന്നു മക്കളെ. ലവ് യു.